എൻ്റെ ഫ്രണ്ട്സൊക്കെ എവിടെയായിരുന്നു? കുറേ പേരൊക്കെ വന്നു. സൽമ, പിന്നെ സുനീത, അവരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ലൈവിൽ. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ലൈവ് വന്നത്. ശരിയാണ്, ഇവിടെ പറയാതെ വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ അത് അപ്ലോഡ് ആവുന്നുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാതെ നേരെ ലൈവിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയത് കേട്ടോ. സോ 50കളിൽ കടന്നു കഴിഞ്ഞു. 50കൾ കടന്ന് കുറച്ച് 2 വർഷം കൂടെ ആയെന്ന് വിചാരിച്ചോളൂ. കറക്റ്റായിട്ട് പറയുന്നില്ല, നിങ്ങൾ ഗസ് ചെയ്യൂ എൻ്റെ വയസ്സ്. എല്ലാവർക്കും അറിയാം, ഞാൻ ഈ വയസ്സൊക്കെ എപ്പോഴും എല്ലായിടത്തും പറയുന്ന. അപ്പോൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഞാൻ പഠിച്ച ചില പാഠങ്ങൾ ഞാൻ പറയാം കേട്ടോ. വളരെ പരമാർത്ഥമാണേ പറയുന്നത്. എല്ലാവർക്കും അനുഭവം ഉണ്ടാവില്ല ഇങ്ങനത്തെ. എൻ്റെ അത്ര അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് പരമാർത്ഥം പച്ചയ്ക്ക് വിളിച്ച് പറയണേ. നമ്മൾ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി, എന്നെ തന്നെ പറയാം. നമ്മളെന്ന് പറയുമ്പോൾ ചിലപ്പം ശരിയാകത്തില്ലല്ലോ, ചിലപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല, എന്നെ പോലെ ആയിരിക്കില്ലല്ലോ. ഞാൻ എന്ന് പറയുന്ന വ്യക്തി, എനിക്ക് ഞാൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കണം എന്ന് പറഞ്ഞില്ലേ. എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ബുക്ക് എഴുതുക, ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ആളുകളോട് സംസാരിക്കുക, കൂട്ടുകൂടുക. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ സംസാരിക്കുമ്പോൾ, ഇവിടെയുള്ള ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ആകെക്ക് എല്ലാ റേഞ്ച് എന്ന് പറഞ്ഞാൽ വയസ്സിലെയും കൂട്ടുകാരുണ്ടല്ലേ, ഉണ്ട്. എനിക്ക് 30കളിലുള്ള കൂട്ടുകാരുണ്ട്, 40കളിലുള്ളവരുണ്ട്, 50കളിലുള്ളവരുണ്ട്, 60കളിലുള്ളവരുണ്ട്. 70 അങ്ങോട്ട് പിന്നെ എനിക്ക് കൂട്ടുകാരല്ല, എനിക്ക് അവർ മദർലി, ആൻറ്റി അങ്ങനെയാണ് കേട്ടോ. എന്നാലും അവരോട് ഞാൻ കൂട്ടുകൂടും. എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ, ഞാനുണ്ടല്ലോ എൻ്റെ പ്രായം മറന്നു പോകും. അത് ചിലപ്പോൾ പോരായ്മയാണ് ചില സമയത്ത്. കാരണം ചില സ്ഥലങ്ങളിൽ നമ്മൾ 30കളിലുള്ള കുട്ടികളോട് ഈ 50കളിലുള്ള ഞാൻ അതേ രീതിയിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് റെസനേറ്റ് ആവണമെന്നില്ല. കാരണം ഞാൻ ഇത്രയും വർഷം അവരുടെ വയസ്സാണ് എൻ്റെ എക്സ്പീരിയൻസ്. അത്രയും വർഷം ഞാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കിട്ടിയ കാര്യങ്ങൾ ഞാൻ അവരോട് പറയുമ്പം ചില സമയങ്ങളിൽ എന്തിനാ കന്നഡ ചെയ്യുന്നത്, ഞാനൊരു ബുക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വായിച്ച് കേൾപ്പിക്കാനായിട്ട്. അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ നമുക്കത് റെസൊനേറ്റ് ആവില്ല ചില പിള്ളേർക്ക്. ഇവർ എന്തായി പറയണേ, ചേച്ചി എന്തായി പറയണേ, അങ്ങനെ വിചാരിക്കും. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് ഉരുകരുത് കേട്ടോ. ഞാൻ പറയേണ്ടതാണ് അത് കേട്ടോ. മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് ഉരുകരുത്. പക്ഷേ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളെ ഒരുപാട് അങ്ങോട്ട് താറടിച്ച് കാണിക്കാനും ശ്രമിക്കരുത്. ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടേ ഇല്ല, വളരെ വർഷങ്ങളോളം ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ശ്രമിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് പക്ഷേ എനിക്കൊരു പ്രായം വന്നു കഴിഞ്ഞപ്പോഴാണ്, ഞാൻ 50കളിൽ എത്തിയപ്പോഴാണ് ഞാൻ തുറന്നങ്ങ് പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാർക്ക് എന്നോട് ദേഷ്യം വരാൻ തുടങ്ങി. അപ്പോൾ എന്നിലുള്ള ഒരു സൗമ്യതേനെ ഒന്നും ആരും കാണുന്നില്ല, കൈൻഡ്നെസ് ഒന്നും ആരും കാണുന്നില്ല. അവർക്ക് ഞാൻ പറഞ്ഞ ആ കാര്യം മാത്രം, എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്ന് ആരും ചിന്തിക്കാതെ. അതിൽ ഒരു കാര്യം ഞാൻ പറയാവേ. എല്ലാവർക്കും ഒരു പ്രായം കയറി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ഒന്നും ആരും നന്മ പറഞ്ഞു കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അവരവരുടെ കാലങ്ങളിൽ ജീവിച്ച കാലത്തെക്കാളും ഒക്കെ ഇപ്പം മാറിയില്ലേ. അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അഹങ്കാരിയായിട്ട് മാറും. ഇപ്പം ഇവള് വലിയൊരാൾ എന്ന് പറയും. എൻ്റെ അച്ഛനും പറയാറുണ്ട്, മോളെ നീ ശരിയല്ല, നീ പറയണത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനും ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറക്കും. ബിക്കോസ് അച്ഛൻ ഒരു തലമുറ ബാക്കിലാണ് അച്ഛൻ ചിന്തിക്കുന്നത്. അന്ന് നമ്മളുടെ വീട്ടിലല്ല, നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി തന്നെ ഇന്ത്യയുടെ എന്താ പറയുക, ഇന്ത്യയുടെ വളർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ത്യ ശൈശവാവസ്ഥയിലാണ്. എൻ്റെ അച്ഛനൊക്കെ ഒരു ജോലിയൊക്കെ കിട്ടി വലുതായി വരുന്നുകൊണ്ടിരിക്കുമ്പോൾ പൈസ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സാലറീഡ് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ നല്ല വെയിറ്റ് ആണെന്ന്. അച്ഛനും അമ്മയും ജോലി എടുക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പണം വരുന്നുണ്ട്. സാധാരണ ഒരു കർഷകരാണ് ബാക്കിയുള്ളിടത്തെങ്കിൽ അവർക്ക് അവരുടെ ഇപ്പം തേങ്ങയോ നെല്ലോ അങ്ങനെയൊക്കെ വിറ്റിട്ട് വേണം അവർക്ക് പൈസ കൊണ്ടുവരാൻ. ചില സമയത്ത് ആഗോള വിപണിയിൽ ഇഞ്ചിയുടെ വില അനുസരിച്ചായിരിക്കും ചിലപ്പം
പൈസയുടെ നിലവാരം അല്ലേ. ചില സമയങ്ങളിൽ ചില സ്ഥലത്ത് കൂടുതലായിരിക്കാം, ചില സ്ഥലത്ത് കുറവായിരിക്കാം. അപ്പോൾ എന്ത് പറ്റും, അയ്യോ ദൈവമേ നെല്ലിൻ്റെ പൈസ കിട്ടിയിട്ട് വേണം ഇന്നത് കൊടുക്കാൻ, അപ്പോൾ അല്ലെങ്കിൽ ജാതിക്കയുടെ പൈസ കിട്ടണം, അല്ലെങ്കിൽ റബ്ബറിൻ്റെ പൈസ കിട്ടണം. ഇങ്ങനെ ജീവിക്കുന്ന ആ സമയങ്ങളിൽ നമുക്ക് ശമ്പളമുള്ള ആൾക്കാർക്ക് അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ, അതിൻ്റേതായ ഒരു എന്താ പറയുക, ഒരു വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ജീവിച്ച് വരുന്ന സമയങ്ങളിൽ അച്ഛനൊക്കെ ഈ എമൗണ്ടൊക്കെ നല്ല കറക്റ്റായിട്ടാണ് അച്ഛൻ എടുക്കുകയുള്ളൂ. അച്ഛനപ്പോൾ നമുക്കൊരു ചെറിയ പിശുക്ക് തോന്നിക്കാം, അത് പിശുക്കല്ല, അത് ആ എമൗണ്ടിന് ഇത്ര വരവെന്നുണ്ടാകും. അപ്പോൾ അവരെന്താ ചെയ്തത്, അത് സൂക്ഷിക്കാനും വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കാണിക്കാനും വേണ്ടിയിട്ട് വളരെയധികം നമ്മളെ അതിനകത്തേക്ക് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് വിദ്യാഭ്യാസം ഉള്ളവരോടാണ് ഒരു ബഹുമാനം തോന്നിക്കൊണ്ടിരുന്നത്. എനിക്കറിയില്ല, എനിക്ക് ഈ ബിസിനസ്സുകാരോടൊന്നും എനിക്ക് അന്നറിയില്ല. ബിസിനസ്സുകാരൊക്കെ എന്ത് നല്ല ആളുകളാണ്, എത്രയോ ആൾക്കാർ നല്ല ബിസിനസ്സസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ വരുന്നതെന്നൊന്നും എനിക്കറിയില്ല എന്നൊന്നും. അപ്പോൾ എനിക്ക് പഠിക്കണം, പഠിപ്പുള്ളവരടുത്ത് ഞാനൊരു മിങ്കിളൊക്കെ വയ്ക്കുള്ളൂ, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ വളർന്നു വന്നത്. പക്ഷെ അത് എപ്പോഴൊന്നും ശരിയുമല്ല. യെസ്, വിദ്യാഭ്യാസം വേണം. പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി എല്ലാവരും കൂടുന്നതാണ് ഒരു സമൂഹം. അത് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ 40കളിലാണ്. 30കളിൽ ഞാൻ സ്ട്രഗ്ലിംഗ് ആണ്. ഞാനന്ന് വക്കീൽ പണി പഠിക്കുകയാണ്. അപ്പം ഞാൻ ഈ പഠിത്തത്തിൽ മാത്രം, അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ എങ്ങനെയാണ് എനിക്ക് വക്കീൽ പണി പഠിച്ചെടുക്കാൻ പറ്റുന്നത്, എവിടെ പോയാലാണ്, അതായിരുന്നു എൻ്റെ കോൺസെൻട്രേഷൻ. 40കളിൽ എത്തിയപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ വൈഡ് സ്പെക്ട്രമായത്. പണം കൈകാര്യം ചെയ്യാൻ അറിയാൻ തുടങ്ങി, പണം എങ്ങനെയാണ് നമ്മൾ വിനിയോഗിക്കേണ്ടതെന്ന് അറിയാൻ തുടങ്ങി, ആരെയൊക്കെയാണ് നമ്മൾ സഹായിക്കേണ്ടതെന്ന് ശ്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 5 ഡിക്കേഡ്സിൽ നമ്മൾ ആദ്യത്തെ 30 വയസ്സ് വരെ ഒന്നുമല്ല, നമ്മൾക്കൊന്നും അറിഞ്ഞൂടാ. എൻ്റെ മകളൊക്കെ ഇല്ലേ, ഒന്നും അറിഞ്ഞുകൂടാ, ജസ്റ്റ് അങ്ങനെ അങ്ങ് ജീവിക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ പിന്നീട് 40കളിലാണ് നമ്മളത് പഠിച്ചു വരിക. 50കളിലൊക്കെ ഞാനൊക്കെ ശരിക്കും സെറ്റായി കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഇത് 10 പേർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന്. അതിനാണ് ഞാനിവിടെ വന്നിരുന്ന് ഈ ചാനലുമായിട്ട് മുമ്പോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ കുറച്ചായിട്ട് എനിക്ക് കിട്ടുന്ന അറിവുകൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കിട്ടുന്ന അറിവാണല്ലോ. അത് ഞാനൊരു വിദുഷിയൊന്നുമല്ല കേട്ടോ. ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ സാധാരണ സ്ത്രീയാണ്, പക്ഷേ ഇത്തിരി ശ്രമിക്കുന്നു മാത്രം. അപ്പോൾ ഇതിനകത്ത് ഞാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഗുരുവാണിത്, ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ഈ ടീച്ചറുടെ പേര് ഡോക്ടർ ഗീത സുരാജ് എന്നാണ്. അമ്മയച്ഛനൊക്കെ എല്ലാവരെയും അറിയുന്നവരാണ്. അപ്പോൾ അതിൽ അവരെഴുതിയിരിക്കുകയാണ്, മക്കൾക്ക് നമ്മൾ ഒരു മിനിറ്റ്, അതിനകത്ത് മക്കളെ പറ്റിയാണ് കേട്ടോ. പ്രായം ചെന്ന മാതാപിതാക്കൾ വീടിൻ്റെ ഐശ്വര്യമാണ് എന്ന് നമ്മൾ അറിയണം. അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം. നമ്മൾ അവരോട് ചെയ്യുന്നത് കണ്ടുവേണം നമ്മളുടെ മക്കൾ പഠിക്കാൻ. കുഞ്ഞുമക്കളെ പിടിച്ചിരുത്തി പുരാണ കഥകളും കീർത്തനങ്ങളുമൊക്കെ പറഞ്ഞും പാടിയും കൊടുത്ത് അവരെ സംസ്കൃത ചിത്തരാക്കുന്ന രീതിയൊന്നും ഇന്നത്തെ സമൂഹത്തിൽ ഇല്ല. 3 വയസ്സാകുമ്പോഴേക്കും നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മളെക്കാൾ തിരക്കുള്ളവരാകുന്നു അല്ലേ. ഈ യൂണിഫോം ഇട്ട് കാലത്തെ പോണ കണ്ണിവിടെയൊക്കെ 6 മണിക്ക് അതുങ്ങൾ സ്കൂളിൽ പോകും. കഥകൾ കേൾക്കാൻ അവർക്ക് മുത്തശ്ശൻ്റെയോ മുത്തശ്ശിയുടെയോ സ്നേഹത്തിൻ്റെ ചൂടുള്ള മടിത്തട്ടുകൾ ഇന്ന് ആവശ്യമില്ല. ടിവിയും കമ്പ്യൂട്ടറും അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തുകൊള്ളും. പോരാത്തതിന് ബാലമാസികകളും കോമിക്കുകളും സീഡികളുമൊക്കെ ഇഷ്ടം പോലെ. തൊടിയിലും വഴിയിലുമൊക്കെ മുൻ തലമുറയുടെ വിരലിൽ തൂങ്ങി ചുറ്റുപാടുകളെക്കുറിച്ച് തീരാത്ത സംശയങ്ങളുമായി കൊഞ്ചി പറന്ന് നടക്കുന്ന കുട്ടികളെ നമ്മളിന്ന് അധികം കാണാറില്ല. മക്കൾക്ക് വഴികാട്ടിയായി സ്വന്തം മാതാപിതാക്കളെ കാണാനും നമ്മളിന്ന് തയ്യാറില്ല. അങ്ങനെ തികച്ചും ഒറ്റപ്പെട്ട ഒരു ഏകാന്തവാസമാണ് ഇന്ന് പിതൃക്കൾക്ക് നാം നൽകുന്നത്. ഈ രീതി ശരിയല്ല. കഴിയുന്നതും വൃദ്ധരായ മാതാപിതാക്കളെ കൂടെ തന്നെ താമസിപ്പിക്കണം. ഞാൻ പിന്നെയും പറയാണ്, വൃദ്ധരായ മാതാപിതാക്കളെ. അതെന്തിനാണ് ഇപ്പോൾ ആ ടോപ്പിക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം എനിക്കിവിടെ കൊണ്ടുവരാൻ നിർവാഹമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്നിരിക്കണം. അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒന്നില്ലെങ്കിൽ എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ നോക്കാനായിട്ട് കൂടെ നിൽക്കണം, അല്ലെങ്കിൽ എൻ്റെ ബ്രദർ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ അതിനുള്ള ആളുകൾ വേണം, അല്ലെങ്കിൽ അരവിന്ദിൻ്റെ അമ്മയുടെ കൂടെ ആൾക്കാരെ നിർത്തണം. ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും ആളുകളില്ലാതെ ആകുന്ന സമയത്ത് നമ്മൾ ചെല്ലണം എന്നാണ് ഞാൻ പറയുന്നത്. അത് ചേച്ചി അത് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അമ്മച്ചിയോടൊക്കെ ചോദിച്ചു നോക്കാം, എപ്പോഴൊക്കെയാണ് അമ്മയ്ക്കൊക്കെ ആവശ്യം വരുന്നത് അവിടെ ഞാനും അരവിന്ദുണ്ടാവും. ഞങ്ങളെ ഉണ്ടാകാറുള്ളൂ, അതും ഞാൻ പറയാറുണ്ട് കേട്ടോ. ഞങ്ങളെ ഉണ്ടാകാറുള്ളൂ. ഒരു പ്രാവശ്യം മാത്രമാണ് ഞങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് അനുജൻ വന്നു. ഞാൻ പറഞ്ഞില്ല, അനുജൻ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഞങ്ങൾ തന്നെത്താൻ ഒന്നും ചെയ്യണമെന്ന് അയാൾക്കും ഇല്ല. അയാൾക്കും എൻ്റെ അമ്മയെ നോക്കണം,
പോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ അവർ ലണ്ടനിലാവുകയും ഞങ്ങളിവിടെ അബുദാബിയിലായതുകൊണ്ട് നമുക്ക് പോകാനൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗുരുദേവൻ അന്നേ എഴുതി വെച്ചതാണ്. ഡോക്ടർ ഗീതാ സുരാജ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് ഈ ഗുരുദേവ കൃതികളെ പറ്റിയൊക്കെ പറയുന്നതാണ് കേട്ടോ. അത് ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞ ആളല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ബുക്ക് എടുത്ത് വെച്ച് ഇന്ന് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്കിത് പറയണം നിങ്ങളുടെ അടുത്ത്. ഒരുപാട് പ്രായമുള്ള സിന്ധുവിൻ്റെ കൂടെ സിന്ധുവിൻ്റെ അമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞു. മറ്റേ ഇൻലോസൊക്കെ മരിച്ചു പോയെന്ന് തോന്നുന്നു സിന്ധുവിൻ്റെ അല്ലേ. അത് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പേഴ്സണലി എനിക്ക് DM വരാറുണ്ട് സിന്ധുവൊക്കെ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എൻ്റെ അടുത്ത് DM വരാം. അത് ഇൻസ്റ്റഗ്രാമിലായിരിക്കണം കേട്ടോ. കാരണം വാട്സപ്പിൽ വന്നാൽ തന്നെ ഞാൻ ഇവരുടെ അടുത്തൊക്കെ പറയാം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ വരൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ഹാങ് ആവണം ഈ ഫോൺ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടേക്ക് അവേ, നമ്മളുടെ പ്രായം ചെന്ന മാതാപിതാക്കളെ കഴിയുന്നതും കൂടെ താമസിപ്പിക്കാനായിട്ട് മക്കൾക്ക്, അപ്പോൾ നമ്മുടെ മക്കൾ കാണുമ്പോൾ അവർക്ക് അമ്മയ്ക്കും അച്ഛനും ആവശ്യം വരുമ്പോൾ അവരുണ്ടാകും. പിന്നെ അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ ഉള്ളവർക്ക് അത് സാധിക്കില്ല. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു ഹെൽപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. ചില മാതാപിതാക്കൾക്ക് വൃദ്ധസദനം എന്ന് പറയുന്നത് ഇഷ്ടമല്ല, വൃദ്ധസദനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, റിട്ടയർമെൻറ്റ് ഹോം എലൈവ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് നടത്തുന്ന ഒരു റിട്ടയർമെൻറ്റ് ഹോം ഉണ്ട്. എന്ന് പറഞ്ഞാൽ പൈസക്കാരായിട്ടുള്ള ആൾക്കാർ അവിടെ ഭാര്യയും ഭർത്താവും കൂടെ ഒന്ന് താമസിക്കുക. എന്തിനാണെന്നറിയോ? ഈ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ നേരം കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. എനിക്ക് തന്നെ ഇന്നെൻ്റെ പിറന്നാളായതുകൊണ്ട് ഞാൻ ഒരൊറ്റ കാര്യം അരവിന്ദനോട് പറഞ്ഞോളൂ. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഇന്നത്തെ ദിവസം എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് വിടണം. അരവിന്ദും പുറത്തുനിന്ന് കഴിക്കണം, എനിക്കും പുറത്തുനിന്ന് വാങ്ങിത്തരണം. അങ്ങനെ ആയിരിക്കും എൻ്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കുക. എനിക്ക് അങ്ങനെയാണ് ഇന്ന് വേണ്ടതെന്ന് എനിക്ക് തോന്നി. എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും പറ്റും അല്ലേ, ചെറുതായിട്ടൊരു വടയോ എന്തെങ്കിലുമൊക്കെ കഴിച്ച്. ഞാനിന്ന് ഫുൾ ഊണല്ല കേട്ടോ ഞാൻ കഴിച്ചേക്കുന്നത്. ഞാൻ നേരത്തെ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞു ഞാൻ തൈര് വട മേടിച്ച് കഴിച്ചു. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും വാങ്ങിച്ചു കഴിച്ചു. ഇനി വൈകുന്നേരം ഞങ്ങൾ പുറത്തു പോകും. പറ്റുന്നത് നമ്മുടെ സാമ്പത്തിക അനുവദിക്കുകയാണെങ്കിൽ വളരെ വലിയ 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിൽ പോകണമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് തന്നെ സാരിയെ കൊടുത്ത് വേർക്കാതെ AC-യിലൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. എന്താണെന്നറിയോ, എനിക്ക് അടുക്കളയിൽ കയറിയെല്ലാം മുഷിഞ്ഞൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അയ്യോ ഇതാണോ ബർത്ത്ഡേ എന്നൊരു തോന്നൽ വരരുത്. ഒരു സ്പെഷ്യൽ ഡേ ആണ്, എല്ലാം സ്പെഷ്യൽ ഡേ ആണ്. പക്ഷെ ഒരു ദിവസമേ നമുക്കൊക്കെ സാധിക്കുന്നുള്ളെങ്കിൽ ആ ഒരു ദിവസം നമ്മളങ്ങോട്ട് നന്നായിട്ട് ഇതാക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് നല്ല ഭംഗിയുള്ള വീട്, എന്താ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ രാത്രി. അരവിന്ദും കുറച്ച് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അതേപോലെ തന്നെ ബെഡ്റൂമും അങ്ങനെ തന്നെ കണ്ണ് തുറന്നപ്പോൾ നല്ല മണമൊക്കെ ആയിട്ട് ഞാൻ പുകയ്ക്കും. രാത്രി ഞാൻ പുകച്ചു വെച്ചു. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സ്റ്റവിൻ്റെ മുകളിൽ ഒരു ബേ ലീഫ് എന്ന് പറഞ്ഞ സാധനം കത്തിച്ചിട്ട് മാറ്റണേ. അതിന് ആ പുക, ചെറിയ റൂമല്ലേ അവിടെ, കിച്ചൺ, അവിടെ ഒന്ന് ആ പുക പരത്തിയിട്ട് ഞാൻ പോയി രാത്രി ഉറങ്ങി. രാവിലെ എണീറ്റപ്പോൾ അതിൻ്റെ പിന്നെ സാമ്പ്രാണിയും പുകച്ച് വെച്ചിട്ട് ഉറങ്ങരുത് കേട്ടോ. കുറച്ച് നേരം ഇരുന്നു അത് കത്തി തീരാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ അകത്തൊക്കെ പുക വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഓടി വരും. അപ്പം അത്രയും പുക വരാൻ പാടില്ല. അങ്ങനെ നോക്കി അതൊക്കെ വെച്ച് രാവിലെ എണീറ്റപ്പോൾ ഒരു നല്ല സുഖമായിരുന്നു. എണീറ്റ് അപ്പോൾ പിന്നീടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം വളരെ നന്നായിട്ട് പോകുന്നു. നിങ്ങളോടൊക്കെ സംസാരിച്ചു, ഫ്രീ ആയിട്ടിരുന്ന് സംസാരിച്ചു. എന്നെ കുറച്ച് പേരൊക്കെ കേട്ടിരുന്നു ലൈവിൽ വന്നിരുന്നു അല്ലേ. ഞാൻ അങ്ങനെ എപ്പോഴും ലൈവിൽ വരുന്ന ആളല്ലല്ലോ. ലൈവിൽ ഞാൻ വരാറില്ല, വരണോ അല്ലേ എപ്പോഴെങ്കിലുമൊക്കെ. നിങ്ങളെന്താ പറയുന്നത്? അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയണമെന്ന് ഓർത്തു. അപ്പോൾ ഗുരുദേവൻ ഞാൻ ഗുരുക്കന്മാർ പറഞ്ഞത് തന്നെയാണ് കേട്ടോ ഞാൻ പറയാം. അല്ലാതെ ഞാനെങ്ങനെയാണ് നിങ്ങളുടെ ഗുരുവാണ്? ഞാൻ നിങ്ങളുടെ സഹയാത്രികയാണ്, നിങ്ങളുടെ സഹോദരിയാണ്, നിങ്ങളുടെ ഫ്രണ്ടാണ്. അങ്ങനെയായിരിക്കണം എന്നെ കാണുന്നത് കേട്ടോ. എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാം. പക്ഷേ കാണുന്നവരും കേൾക്കുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ എനിക്കതൊരു പ്രചോദനമാണ് കേട്ടോ. ഇത്രയും നാളായിട്ട് ഒരു 25,000 സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ എന്തുകൊണ്ടാണ് എനിക്ക് സാധിക്കാത്തതെന്ന് എനിക്കറിയില്ല. ഞാനിനി എല്ലാവർക്കും തരുന്ന സ്നേഹം കുറഞ്ഞു പോകുന്നുണ്ടോ? എല്ലാവരോടും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, എല്ലാവരും ഇഷ്ടമാണ്. എനിക്ക് ഓരോ നിമിഷവും ഇതിൽ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നതിന് ഞാൻ താങ്ക് യു പറയാൻ ഉദ്ദേശിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഈ സമയം വിനിയോഗിക്കുന്നു. നേരത്തെ എല്ലാവരും നേരെ വന്നവർക്ക് ഞാൻ താങ്ക് യു പറഞ്ഞിരുന്നു. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ കൈകൂപ്പുന്നത് ഞാൻ നിങ്ങളിൽ ദൈവത്തെ കാണുന്നു. ഓക്കെ, നിങ്ങൾ എന്നിൽ ദൈവത്തെ കാണുന്നു എല്ലാവരും. ബിക്കോസ് നമ്മൾ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതിന്ന് ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് എന്താ പറയുക, ഈ ഭൂമിയിലേക്ക് എൻട്രി തന്ന എൻ്റെ അച്ഛനും അമ്മയും അവരെ ആദ്യം വണങ്ങുന്നു. പിന്നെ എൻ്റെ ഗുരുക്കന്മാരെ, പിന്നെ എനിക്ക് എൻ്റെ അരവിന്ദനെ തന്ന ആ അച്ഛനും അമ്മയെ വണങ്ങുന്നു. പിന്നെ എനിക്ക് ചുറ്റുമുള്ള എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ഫ്രണ്ട്സിനെ, എൻ്റെ കൂട്ടുകാരായ നിങ്ങളെ എല്ലാവരെയും വണങ്ങുന്നു. ഇന്നത്തെ ദിവസം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. നമസ്കാരം. ഇത്ര മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ. അപ്പോൾ
ഇതിലൂടെ പാസ് ചെയ്ത് പോണവർ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാവോ? 1500 പേര് കണ്ട് 1000 ലൈക്കെങ്കിലും വേണ്ടതല്ലേ? ഇഷ്ടമില്ലാണ്ടാണോ കണ്ടുപോണേ? എന്താണെന്നറിയോ, ലൈക്ക് അടിച്ചാലാണ് എനിക്ക്, അതുകൊണ്ടായിരിക്കാം എൻ്റെ വീഡിയോസ് ഇങ്ങനെ ഓടാത്തത്. ലൈക്ക് അടിക്കണം എല്ലാവരും കേട്ടോ. നിങ്ങളൊന്നും അടിക്കണം കേട്ടോ. 2 ലൈക്ക് അടിച്ചാൽ ഡിസ്ലൈക്കായി പോയും. ഒരെണ്ണം അടിച്ചാൽ മതി ഓരോരുത്തർ. ബൈ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ തന്ന എല്ലാവർക്കും താങ്ക് യു. നന്ദി.